പുണ്യം നിറഞ്ഞ ദുൽഹജ്ജ് മാസത്തിലെ അതിവിശിഷ്ടമായൊരു വെള്ളിയാഴ്ച ദിവസത്തിലാണ് നമ്മളുള്ളത്. ഞാൻ നിങ്ങൾക്കിന്ന് വളരെ വളരെ അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു സ്വലാത്ത് പഠിപ്പിച്ചു തരാം. ഈ സ്വലാത്ത് ഞാൻ ഈ പറയുന്നത് പോലെ ഈ ബോധ്യത്തിലൊന്ന് ചൊല്ലിയാൽ എന്താ സംഭവിക്കാന്നറിയോ? 1,00,000 ഹജ്ജും 1,00,000 ഉംറയും ചെയ്ത മഹത്വമാണ് നിങ്ങൾക്ക് ലഭിക്കാമെന്ന് അള്ളാനെ അറിഞ്ഞ അള്ളാൻ്റെ ഔലിയാക്കൾ പഠിപ്പിക്കുന്നുണ്ട്. അത്ര അത്ഭുതം നിറഞ്ഞ സ്വലാത്ത് ചെറുതൊന്നുമല്ല. ചിലപ്പോൾ നമ്മൾ ചൊല്ലുന്ന സ്വലാത്തുകൾ പോലും ഈ ബോധ്യത്തിൽ ചൊല്ലിയാൽ എത്രയോ വലിയ മഹത്വങ്ങളാണ് ലഭിക്കാമെന്നറിയോ? അതെങ്ങനെയാണ് ചൊല്ലേണ്ടതെന്ന് പഠിക്കണം, എത്ര ചൊല്ലണമെന്ന് പഠിക്കണം. ഇത് ചൊല്ലിയാൽ കേവലം ആത്മീയമായ ഗുണങ്ങൾ മാത്രമല്ല, ഭൗതികമായും നമ്മുടെ സാമ്പത്തികമായും അതുപോലെ തന്നെ നമ്മുടെ കുടുംബപരമായും എന്തെല്ലാം വിഷയങ്ങളുണ്ടോ, എന്തെല്ലാം സങ്കടങ്ങളുണ്ടോ, അതൊക്കെ പടച്ചവൻ നിമിഷാർദ്ധം കൊണ്ട് മാറ്റിത്തരുന്ന സന്തോഷത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കലവറകളായി തീർന്ന അത്രമേൽ വലിയ മഹത്വം നിറഞ്ഞൊരു സ്വലാത്ത് നമുക്കിന്ന് പഠിച്ചാലോ? റെഡിയല്ല എല്ലാവരും? ഈ ബോധ്യത്തിൽ അള്ളാഹു പഠിക്കാൻ തൗഫീക്ക് നൽകണേ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടെ കേൾക്കണം കേട്ടോ. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ഹൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വെള്ളിയാഴ്ച ദിവസമാണ് അല്ലേ? ദുൽഹജ്ജിലെ ആദ്യത്തെ വെള്ളിയാഴ്ച. സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ. മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ നേരിട്ട് കാണുന്നു എന്നതിലപ്പുറം വലിയ സന്തോഷം നമുക്ക് എന്താ ഉള്ളത്? വെള്ളിയാഴ്ചയുടെ പ്രമേയം തന്നെ സ്വലാത്തല്ലേ? അസ്സലാത്തു അലൻ നബി കുല്ല വഖ്തിൻ ദായിമാ ലഹാ നജ്മുൽ ഫിസ്സമാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്താഹി വൽ ഹാബീബിൽ അറബി. മുത്തുനബിയുടെ സ്വലാത്തിൻ്റെ ദിവസം, സ്വലാത്തിൻ്റെ ഒരു പെരുന്നാളാണ് വെള്ളിയാഴ്ച. അതൊരു പ്രണയത്തോടു കൂടെ വേണം കേട്ടോ. അല്ലാഹു റബ്ബുൽ ആലമീൻ അങ്ങനെ ചൊല്ലാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുത്തുനബി നമ്മളെ നേരിട്ട് കാണുന്ന നിമിഷങ്ങൾ. ഇന്ന് ഔലിയാക്കൾ പതിവാക്കിയിരുന്നൊരു സ്വലാത്ത് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ചിലപ്പോൾ ഈ സ്വലാത്ത് നിങ്ങൾ മുൻപ് കേട്ടതായിരിക്കാം, ചില ആളുകളെങ്കിലും ചൊല്ലുന്നതായിരിക്കാം. എന്നാലും ഞാൻ ഈ പറയുന്ന ബോധ്യത്തിൽ ചൊല്ലുന്നവരുണ്ടാവില്ല ഈ കൂട്ടത്തിൽ കേട്ടോ. മനസ്സിലായോ? ഞാൻ ഈ പറയുന്ന ബോധ്യത്തിൽ നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങളുടെ ജീവിതം മാറും. ഈ സ്വലാത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ഇതിപ്പോൾ ഞങ്ങൾ ചൊല്ലണം അങ്ങനെ പറയാൻ വരട്ടെ. ഞാൻ ഈ പറയുന്ന ബോധ്യത്തിലാണ് നിങ്ങൾ ചൊല്ലുന്നതെങ്കിൽ നിങ്ങളുടെ ലൈഫ് മാറിയിട്ടുണ്ടാകും. മുത്തായ തങ്ങൾ നിങ്ങളെ ചേർത്ത് പിടിച്ചിട്ടുണ്ടാവും. അത്ര വലിയ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവും. ഏതാണ് ആ സ്വലാത്ത് എന്ന് പഠിക്കാം. സ്വലാത്തുൽ ഫാത്തിഹ ആണ്. അതിപ്പോൾ അങ്ങനെ പറയല്ലേ, ഞങ്ങൾക്കറിയാമെന്നുള്ളത് പറയല്ലേ. ഞാൻ ഈ പറയുന്ന ബോധ്യത്തിലായിരിക്കണം നിങ്ങൾ ചൊല്ലേണ്ടത്. അങ്ങനെ ചൊല്ലിയാൽ ഉറപ്പാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന മഹത്വങ്ങൾ കയ്യും കണക്കുമില്ലാത്തതാണ്. ആ ബോധ്യത്തിൽ ചൊല്ലാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഒന്നാമത്തൊരു മഹത്വം എന്ന് പറഞ്ഞാൽ തന്നെ അത് ഹൃദയത്തിന് നൂറാണ്. നൂറാ ഗയാ നൂറാ ഗയാ. ഈ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലുമ്പോൾ നമ്മുടെ ഹൃദയം അടഞ്ഞു കിടപ്പുണ്ടെങ്കിൽ ആ ഹൃദയത്തിൻ്റെ വാതിൽ തുറന്ന് ഒരു തുറവി പടച്ചവൻ അവനിലേക്ക് തരും, മുത്തുനബിയിലേക്ക് തരും. മനസ്സിലായി? അള്ളാഹുവിലേക്കും മുത്തുനബിയിലേക്കും ഒരു കവാടം തുറന്നു തരും. ഹൃദയം അടഞ്ഞു കിടക്കണ ആ മോശമായ സംഗതികളിൽ നിന്നൊക്കെ ഹൃദയം അങ്ങ് തുറന്നു തരും. ആര്? അള്ളാഹു റബ്ബുൽ ആലമീൻ. രണ്ടാമത്തെ മഹത്വം എന്താണെന്നറിയോ? വിനയത്തോടെ പ്രണയത്തോടെ ഈ സ്വലാത്ത് പതിവാക്കുന്ന ആളുകൾക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ പറ്റും. മാത്രമല്ല, അവർ മരിക്കുന്നതിന് മുമ്പ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനയിൽ പോയി സിയാറത്തും ചെയ്യും. വേണ്ട, നമുക്ക് സിയാറത്ത് ചെയ്യണ്ടേ മുത്തുനബിയെ? ഇതൊരു പ്രണയത്തിൻ്റെ ബോധ്യമാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഇപ്പോൾ കല്യാണം കഴിഞ്ഞു, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്നിട്ടില്ല, നിക്കാഹ് കഴിഞ്ഞ് വീട്ടിൽ നിർത്തിയേക്കാണ് പെണ്ണിനെ. എന്തോ ഒരു സ്വപ്നങ്ങളായിരിക്കും മനസ്സിൽ ഇല്ലേ? കെട്ടിയവൻ്റെ പേര് പറയുമ്പോൾ തന്നെ പേരിനോട് പോലും വല്ലാത്തൊരു സന്തോഷം. ഇപ്പോൾ ഭാര്യയുടെ പേര് പറയുകയാണെങ്കിൽ പഠിച്ചോൻ ഇവളൊന്ന് കയ്യിലേക്ക് കിട്ടിയില്ലല്ലോ അല്ലാ, അല്ലേ? ഒരു കൊതി. എന്തുകൊണ്ടാണത്? പ്രണയമുള്ളത് കൊണ്ടാണ്. മനസ്സിലായോ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുകയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഇതിലിപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ആ പേരിനോടൊരു സ്നേഹം. ഇനിയിപ്പോൾ
നിങ്ങൾ ഭർത്താക്കന്മാർ ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ സ്നേഹത്തോടൊരു കവിത നിങ്ങളുടെ ഭാര്യയെക്കുറിച്ച് എഴുതിയിട്ട് അവളുടെ മുമ്പിലിരുന്ന് പാടുമ്പോൾ അവൾ എത്രമേൽ സന്തോഷിക്കും. എടാ, ഇത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ മക്കളെക്കാളേറെ പ്രിയപ്പെടുന്നത് നമ്മളെയാണ്, എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മളെ, ഇല്ലേ? ഫാത്തിമ ഫാത്തിമ എന്ന് നാളെ ആഖിറത്തിൽ വിളിക്കും മുത്തുനബി ഇല്ലല്ലോ. ഉമ്മത്തി ഉമ്മത്തി ഉമ്മത്തി, ഈ ഉമ്മത്താണ് മുത്തുനബിക്ക് അത്രമേൽ പ്രിയപ്പെട്ടതാണ്. ആ ഉമ്മത്ത് സ്വലാത്ത് ഇങ്ങനെ ചൊല്ലുമ്പോൾ എൻ്റെ മുത്തുനബി നേരിട്ട് കാണുന്ന നിമിഷമാണെങ്കിൽ എത്രത്തോളം സന്തോഷിക്കും. അപ്പോൾ ഹബീബായ തങ്ങൾ കാണുന്നുണ്ട് എന്നുള്ള ഉറച്ച ബോധ്യത്തിൽ വേണം ഈ സ്വലാത്ത് ചെല്ലാൻ. മൂന്നാമത്തേത്, ഈ സ്വലാത്ത് പതിവാക്കുന്നവരുടെ ജീവിതത്തിലെ തടസ്സങ്ങളൊക്കെ നീങ്ങും. എത്ര ചൊല്ലണമെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ജീവിതത്തിലെ ഈ പ്രണയത്തോടെ ചൊല്ലിക്കഴിഞ്ഞാൽ ജീവിതത്തിലെ തടസ്സങ്ങൾ നീങ്ങും. ജോലിയിലെ തടസ്സം, കുടുംബങ്ങളിലെ തടസ്സം, അടഞ്ഞുപോയ കവാടല്ല തുറന്നു തരും, ഇല്ലേ? ചിലപ്പോൾ കേൾക്കാൻ വേണ്ട എന്ന് പറഞ്ഞു ഞാൻ എന്തോരം ശ്രമിച്ചിട്ടും ഞാൻ നന്നാവാന്ന് ഉദ്ദേശിച്ചതാണ്, ഞാൻ ഇനി നന്നായിക്കോളാം, അങ്ങനെയൊക്കെ പറഞ്ഞ ആളുകളുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഈ സ്വലാത്തും ചൊല്ലി നോക്കിയോ, ഹൈറായ വാതിലാണെങ്കിൽ അല്ല തുറന്നു തരും, ഷെറാണെങ്കിൽ അങ്ങോട്ട് പോട്ടെ, ഹൈറാണെങ്കിൽ പടച്ചോന് തുറന്നു തരും. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ ഒരു ജോലി ഇൻ്റർവ്യൂവിന് പോയി കിട്ടുമെന്ന് ഉറപ്പില്ല, ഹൈറാണെങ്കിൽ പടച്ചോന് തരുന്നേ, ഈ ബോധ്യത്തിൽ നിങ്ങൾ ചൊല്ലിക്കോ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നാലാമത്തേത് പാപമോചനം, നല്ല മരണം. പാപങ്ങളൊക്കെ കഴുകിക്കളഞ്ഞാൽ പിന്നെ മരിക്കാൻ ഈസിയല്ലേ? മരിക്കാൻ നേരത്തെ അസ്റായിൽ എവിടെയിരുന്നു മുത്തേ, എവിടെയിരുന്നു? മനുഷ്യനിങ്ങനെ കാത്ത് നിൽക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? ഈ ബോധ്യത്തിലൊക്കെ മരണത്തെ കൊതിക്കണ ആരെങ്കിലും ഉണ്ടോ കൂട്ടത്തിൽ? അവിടെ കട്ടെ. അപ്പം മരണവും എളുപ്പമാകും, പാപമോചനം എളുപ്പമാകും. ഹബീബ് റസൂലുള്ളാഹ് തങ്ങളെ പ്രണയിച്ചുകൊണ്ട് ഈ സ്വലാത്ത് ചൊല്ലിയാൽ. അഞ്ചാമത്തേത്, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വലിയ മഹത്വങ്ങൾ നേടാം. ഈ സ്വലാത്ത് ഒരു തവണ ചൊല്ലിക്കഴിഞ്ഞാൽ 6 ലക്ഷം സ്വലാത്തിൻ്റെ മഹത്വം ഉണ്ട് എന്നാണ്. മാത്രമല്ല ഇമാം യൂസുഫ് നബഹാനി റഹിമഹുല്ല അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തുന്നുണ്ട്, അള്ളാനെ അറിഞ്ഞ അവൻ്റെ ആരിഫീങ്ങളിൽ ചിലർ പറയുന്നുണ്ട്, ഒരു തവണ ഈ ബോധ്യത്തിൽ മുത്തുനബിയെ പ്രണയിച്ച് ഉള്ളു മുഴുവൻ മുത്തുനബിയാണ്, വേറൊരു സംഗതിയില്ല, ദുനിയാവിൻ്റെ കഥയില്ല. മനസ്സിലായോ? ഏത് നമ്മൾ സ്വലാത്തിലിരിക്കണത്, ഞാൻ എപ്പോഴും പറയണല്ലോ, അടുപ്പത്ത് മത്തി പൊരിക്കാനിട്ടുണ്ട്, വേഗം അത് മുരിഞ്ഞ് തീരണതിന് മുമ്പ് വേഗം 100 സ്വലാത്തിൽ തീരാൻ പറ്റും. കരിഞ്ഞിട്ടില്ല അല്ലാഹുമ്മ സ്വല്ലി അലാ, പടച്ചോനെ ഇതിന് മണം കേൾക്കും, മണം വരുന്നുണ്ട് കരിഞ്ഞെന്ന് തോന്നുന്നു. അല്ലാഹുമ്മ സ്വല്ലി അലാ അറബി 100 എണ്ണായി. പിന്നെ ഭയങ്കര സംഗതിയല്ലേ, ഒരറ്റാണ്. അപ്പം ഈ സ്വലാത്ത് ആർക്ക് വേണത്? ഇത് ആർക്ക് വേണം? നിങ്ങൾക്ക് വേണത്? നിങ്ങൾക്ക് വേണോ? സ്നേഹമില്ലാണ്ട് നിങ്ങളുടെ ഭർത്താവ് വന്ന് നിങ്ങൾ നോക്കി, ഇപ്പോൾ നിങ്ങളുടെ പേര് ആയിഷ എന്നാണെങ്കിൽ സ്നേഹമില്ലാണ്ട് ഭർത്താവ് വന്നിരുന്ന് ഐഷ 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 ഐഷ, ഇതിലിപ്പോൾ എന്താ ഉള്ളത്? നിങ്ങൾക്ക് വല്ല പിരാന്തുണ്ടാ മനുഷ്യ? നീക്കൂലേ? എന്നാൽ സ്നേഹത്തോടെ അടുത്തോട്ട് ഇങ്ങനെ നോക്കി നിന്നിട്ട്, ആയിഷു ഇക്കൂൻ്റെ മോളെവിടെ, ഇക്കാക്കയുടെ മോളെവിടെ? ഇതാണോ? അല്ലെങ്കിൽ ഐഷ 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 ഐഷ, നമ്മുടെ ദിക്ർ ഇതേപോലെ അല്ലേ? ഐഷ 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 ഐഷ, എന്ത് കാര്യമുണ്ടോ? അപ്പോൾ അള്ളാഹുവിൻ്റെ ആരിഫീങ്ങൾ പറയുന്നത്, ഒരു തവണ എങ്കിലും, ഒരു തവണ ഈ ബോധ്യത്തിൽ നിങ്ങൾ ഈ സ്വലാത്ത് ചൊല്ലിയാൽ 1,00,000 ഹജ്ജും 1,00,000 ഉംറയും ചെയ്ത പ്രതിഫലമാണെന്ന് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ പഠിപ്പിക്കാൻ. ഈ ബോധ്യത്തിൽ ചൊല്ലാൻ ഒന്ന് ശ്രമിച്ചു നോക്കാമല്ലോ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആറാമത്തേത്, ദുനിയാവിലുള്ള മുഴുവൻ ദിക്റുകളും മുഴുവൻ തസ്ബീഹുകളും ഒരു തട്ടിൽ വെച്ചു. സ്വലാത്തുൽ ഫാത്തിഹ് മറ്റൊരു തട്ടിലും വെച്ചാൽ സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ തട്ട് താഴ്ന്നിരിക്കും. ദുനിയാവിലുള്ള മുഴുവൻ തസ്ബീഹുകളെക്കാൾ ദിക്റുകളെക്കാൾ ശ്രേഷ്ഠമായ അത്ഭുതങ്ങളുടെ കലവറയാണ് സ്വലാത്തുൽ ഫാത്തിഹ്. ഇനി ഏഴാമത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, കടങ്ങളും എത്ര വലിയ കടമാണെങ്കിലും സാമ്പത്തിക പ്രയാസമാണെങ്കിലും അത്ഭുതകരമായി അള്ളാഹു വെട്ടിത്തരും. അത്ഭുതകരമായി അള്ളാഹു വെട്ടിത്തരും. മനസ്സിലായി? സമ്പത്തിൻ്റെ കവാടങ്ങൾ അള്ളാഹു തുറന്നു തരും. ഇതൊരു വിറുതായിട്ട് പതിവാക്കണം. എത്രയാണ് വിറുത് എന്നൊക്കെ നമുക്ക് പഠിക്കാം. ഇനി മറ്റൊരു പ്രത്യേകത, ഏഴാമത്തേത്, ആത്മീയമായി പദവി ഉയരുന്നതാണ്. മലക്കുകളുടെ സംരക്ഷണം അവന് കിട്ടും. നമ്മൾ ചിന്തിച്ച് നോക്കി, ആത്മീയമായിട്ട് അള്ളാഹിൻ്റെ അടുക്കലേക്ക് നമ്മളിങ്ങനെ ഉയരും. നഫ്സമ്മാറയിൽ നിന്ന്, ലവ്വാമയിൽ നിന്ന്, മുത്തുമൈനിൽ നിന്ന്, റാദിയയിൽ നിന്ന്, മർദിയയിൽ നിന്ന്, ഇങ്ങനെ ഉയർന്നു പോകാനായിട്ടുള്ള ഒരു മാർഗം തുറന്നു കിട്ടാൻ ഈ സ്വലാത്ത് നമുക്ക് കാരണമായി തീരും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി എട്ടാമത്തേത്, കടലിലെ നുരയോളം പാപങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹു അത് കഴുകിക്കളയും. അത്ര അത്ഭുതമാണ് ഈ സ്വലാത്ത്. കടലിലെ നുരയോളം പാപങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹു അത് കഴുകിക്കളയും എന്ന് പറഞ്ഞാൽ ഈ സ്വലാത്തിൻ്റെ മഹത്വമൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഇത് ലഭിക്കാൻ എന്താ ചെയ്യേണ്ടത്? ചൊല്ലുമ്പോൾ മനസ്സിൽ മുഴുവൻ ഹബീബ്, അല്ലേ? മണിമുത്ത് മദീനയിലാണോ, മന്ദാര ചെപ്പിൻ്റഴകാണോ, തങ്ങളെ ശഫാഅത്തല്ലാതെ ഞങ്ങളിലില്ല തടിയേ. ആ മുത്തിനെ പ്രണയിച്ചുകൊണ്ട് ഈ സ്വലാത്ത് ചൊല്ലിയാൽ പ്രതിഫലം ആഗ്രഹിച്ചു കൊണ്ടാകരുത്.
ചൊല്ലേണ്ട എങ്ങനെയാണ്? പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാകരുത്. 1 ലക്ഷം ഹജ്ജിൻ്റെ 1 ലക്ഷം ഉംറയുടെ കൂലി അങ്ങനെയൊന്നുമല്ല. മുത്തുനബിയോടുള്ള ഇഷ്ടമാണ് പ്രതിഫലം. ഇപ്പോൾ പ്രതിഫലം ആഗ്രഹിച്ചിട്ട് നിങ്ങളെ ഭാര്യയെ സ്നേഹിച്ച് എങ്ങനെ ഉണ്ടാവും? ഭാര്യയോട് ഭയങ്കര സ്നേഹം. എന്താ സ്നേഹം? എന്താ? 10-40 പവനാണ് അവരുടെ കയ്യിലിരിക്കണത്. സ്നേഹിച്ചില്ലെങ്കിൽ എനിക്ക് കിട്ടൂല കേട്ടാ. അതുകൊണ്ട് പിന്നെ തേനേ ഇക്കൂൻ്റെ മോളെ ഇക്കക്കട പൊന്നേ ചക്കരേ എല്ലാം കഴിഞ്ഞ് ഭാര്യ എൻ്റെ കെട്ടിയവന് എന്തൊരു സ്നേഹമാണ്. മോളെ ഇക്കാക്ക് ഇച്ചിരി കടമുണ്ട്, ഒരു 30 പന്തരാവോ, ഇന്ന് കാക്ക കൊണ്ടോയ്ക്കോ. ഗുദാഹവ തീർന്ന്. ഒന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ അതല്ലാണ്ട് സ്നേഹത്തിൻ്റെ പേരിൽ കൊടുക്കുന്നതിനെ കുറ്റം എന്നല്ലാട്ട് ഞാൻ പറയണത്. പരസ്പരം ഭാര്യയും ഭർത്താവും നിങ്ങൾക്കുള്ളതൊക്കെ പരസ്പരം ഷെയർ ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷേ ഈ സംഗതി ലക്ഷ്യം വെച്ച് ഭാര്യയെ സ്നേഹിക്കുന്നത് ശരിയാണോ? അല്ല. തിരിച്ചും ഭർത്താവിനെ അങ്ങനെ സ്നേഹിക്കുന്ന ആളുകളായിട്ട് പാടില്ലല്ലോ. അപ്പോൾ നമ്മൾ കൂലി ആഗ്രഹിച്ചിട്ടല്ല, മുത്തുനബിയെ സ്നേഹിക്കുക. ആ നൂറാണ് ഏറ്റവും വലിയ അനുഗ്രഹം. നൂറ് മുഹമ്മദ് സ്വല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നൂറ് മുഹമ്മദ് കിട്ടിയവർക്കാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു ആസ്വദിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ എങ്ങനെ ചൊല്ലണം? എത്ര ചൊല്ലണം? ഏറ്റവും ചുരുങ്ങിയത് ഡെയിലി 11 ചൊല്ലാം. 11 തവണ ഏറ്റവും ചുരുങ്ങിയത് ഡെയിലി ചൊല്ലണം. മനസ്സിലായോ? ഏറ്റവും ചുരുങ്ങിയത് ഇത്ര നേരം വേണം അല്ലേ? ഇത്ര നേരം വെച്ചാൽ നമ്മളാ എണ്ണിയ പോലെ ഐശ്വര്യമല്ല, മനസ്സറിഞ്ഞ് ചൊല്ലാം. ഇനി അങ്ങനെ 11 പതിവാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുക്കും. കുടുംബത്തിലൊരു ബറക്കത്ത് അള്ളാഹു തരുമെന്ന് സ്വാലിഹ്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇനി 100 നിങ്ങൾക്ക് പതിവാക്കാൻ പറ്റിയ, ഡെയിലി 100 തവണ പതിവാക്കാൻ പറ്റിയാൽ ആത്മീയമായ ഉണർവ് അള്ളാഹു തരും. ഹൃദയത്തെ അള്ളാഹു ശുദ്ധീകരിക്കും. കടക്കണിയിൽ നിന്ന്, വിഷമത്തിൽ നിന്ന് അള്ളാഹു വല്ലാത്തൊരു കാവൽ. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം രാവിലെ സുബഹി കഴിഞ്ഞിട്ട്, ഇപ്പോൾ നമ്മളിരിക്കുന്ന സുബഹി കഴിഞ്ഞിട്ടാണല്ലോ, വെള്ളിയാഴ്ച ദിവസം രാവിലെ ഒരു 100 ചൊല്ലിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ അവന് പ്രത്യേക കാവൽ ലഭിക്കുമെന്ന് അള്ളാഹുവിൻ്റെ സ്വാലിഹ്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. സ്വഭാവലേർ കഴിഞ്ഞ ഉടനെ പറ്റുകയാണെങ്കിൽ ഒരു 100 ചൊല്ലിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഡെയിലി 100 ആക്കി കഴിഞ്ഞാൽ വല്ലാത്ത മഹത്വങ്ങൾ അവനുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ സ്വാലിഹ്യങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം. ഓക്കെ. ഇനി എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേക ആവശ്യം ഉണ്ടെങ്കിൽ, പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഒരു ആവശ്യം നടക്കാനുണ്ട്, ഒരു 500 അല്ലെങ്കിൽ 1000, അപ്പോൾ നമ്മൾ 500 പിടിക്കുള്ളൂ അല്ലേ? പ്രണയം ഉണ്ടെങ്കിൽ നമ്മൾ എണ്ണം നോക്കിയിരിക്കില്ല അല്ലേ? ഏതായാലും 500 അല്ലെങ്കിൽ 1000 നേർച്ചയാക്കിയിട്ട് ചൊല്ലാം. അള്ളാഹു റബ്ബുൽ ആലമീൻ നിങ്ങളുടെ കാര്യം ഹൈറാണെങ്കിൽ നിങ്ങൾക്കത് എളുപ്പത്തിൽ നടത്തിത്തരുമെന്ന് സ്വാലിഹ്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ. ഇനി എങ്ങനെ ചൊല്ലണം? അദബ് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പൂർണ്ണമായി വുളു എടുക്കുക. പരിപൂർണമായ വുളു, തലയൊക്കെ മുഴുവൻ തടവിയിട്ട് കൈയും മുഖമൊക്കെ ശരിക്ക് കയറ്റി കഴുകിയിട്ട് മനോഹരമായിട്ട് വുളു എടുക്കുക. രണ്ടാമത്തേത് ഹുളൂറുൽ ഖൽബാണ്, ഹൃദയ സാന്നിധ്യം. മുത്തുനബിയെ ആഗ്രഹിച്ചുകൊണ്ട്, മുത്തുനബിയെ കൊതിച്ചുകൊണ്ട്, മദീന കൊതിച്ചുകൊണ്ട്, മുത്തുനബിയുടെ ജീവിതം മനസ്സിൽ കണ്ടുകൊണ്ട് കിബിലയിലേക്ക് തിരിഞ്ഞിരുന്ന് വേണം മനഃശുദ്ധിയോടുകൂടെ ഈ സ്വലാത്ത് ചൊല്ലാൻ. അതിനാണ് ഏറ്റവും കൂടുതൽ മഹത്വം ലഭിക്കുക എന്നുള്ളതാണ്. അതുപോലെ അർത്ഥം ചിന്തിക്കുക. ഇപ്പോൾ ഈ സ്വലാത്ത് എന്താണ്? നമുക്കൊന്ന് ചൊല്ലിയാക്കിയാലോ? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് അൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. എന്താ ഇതിൻ്റെ അർത്ഥം? അല്ലാഹുവേ, അൽ ഫാത്തിഹ ലിമാ ഉഗ്ലിഖ് എന്ന് പറഞ്ഞത് മുത്തുനബിയുടെ മേൽ നീ സ്വലാത്ത് ചെയ്യണേ. എങ്ങനെയുള്ള മുത്തുനബിയാണ്? അൽ ഫാത്തിഹ ലിമാ ഉഗ്ലിഖ്, അടഞ്ഞുകിടന്ന വിജ്ഞാനത്തിൻ്റെയും അതുപോലെ തന്നെ മറ്റ് ഹൈറിൻ്റെയും കവാടങ്ങൾ എനിക്ക് തുറന്നു തന്ന മുത്തുനബിയെ, അതിന് കാരണക്കാരായ മുത്തുനബിയെ. വൽ ഖാത്തിമി ലിമാ സബക്ക്, മുൻപ് വന്ന എല്ലാ പ്രവാചകന്മാരെയും സമാപ്തി കുറിച്ച് വന്ന ഞങ്ങൾക്ക് വന്ന അനുഗ്രഹമായ നബിയെ. നാസിരിൽ ഹഖ് ബിൽ ഹഖ്, സത്യത്തെ സത്യം കൊണ്ട് സഹായിച്ച നബിയെ. വൽഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം, നിൻ്റെ നേരായ വാദയിലേക്ക് വഴി കാണിച്ചു തന്ന, ഹിദായത്ത് തന്ന നബിയെ. വഅല ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം, ആ മുത്തുനബിയുടെ മേലും അവിടുത്തെ കുടുംബത്തിൻ്റെ മേലിലും ആ മുത്തുനബിയുടെ മഹത്തായ പദവിക്ക് യോജിച്ച തരത്തിലുള്ള സ്വലാത്ത് നീ ചെയ്യണേ അല്ലാ. വല്ലാത്തൊരു അനുഗ്രഹമാണ്. സുബ്ഹാനക യാ റബ്ബ്, സുബ്ഹാനല്ലാഹ്. വല്ലാത്ത അനുഗ്രഹം നിറഞ്ഞ ഈ സ്വലാത്ത് അർത്ഥം ചിന്തിച്ച് മുത്തുനബിയോടുള്ള മഹബത്ത് നിറഞ്ഞ് ചൊല്ലുക. പിന്നെ ഈ സ്വലാത്ത് സ്വീകരിക്കപ്പെടാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്തിഗ്ഫാറിനെ മുന്തിക്കുക. അപ്പോൾ ആദ്യം തന്നെ പടച്ചവനോട് കരഞ്ഞിട്ട് ഇസ്തിഗ്ഫാർന്ന് അസ്തഗ്ഫിറുല്ലാഹ് അങ്ങനെ വെറുതെ അല്ല, 3 തവണയെങ്കിലും മനസ്സറിഞ്ഞ് എൻ്റെ എല്ലാ പാപങ്ങളും എൻ്റെ റബ്ബ് പുറത്തു തരണമെന്ന കൊതിയോടെ, തെറ്റിലേക്ക് ഇനി മടങ്ങില്ല എന്നുള്ള ബോധ്യത്തോടെ 3 തവണ അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം ഒന്ന് ചൊല്ലി നോക്കടോ. ലൈഫ് സെറ്റാണ്. എന്നിട്ട് നിങ്ങൾ ഈ സ്വലാത്ത് ചൊല്ലണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഏറ്റവും മർമ്മപ്രധാനമായത് ഞാൻ പറഞ്ഞു, പ്രതിഫലമല്ല, സ്നേഹമാണ് വേണ്ടത്. പ്രതിഫലം ആഗ്രഹിക്കുന്നവരല്ല, നമ്മൾ കൂലിപ്പണിക്കാരല്ല, നമുക്ക് സ്നേഹമാണ് വേണ്ടത്. എല്ലാത്തിലും ഉപരി ഒരു കാര്യം പറയട്ടെ. ഇന്ന് വെള്ളിയാഴ്ച ദിവസം
ഒരു പാവപ്പെട്ട ഉസ്താദിൻ്റെ കാര്യം നമ്മൾ ഏറ്റെടുത്തിരുന്നു അല്ലേ? അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്ന മനുഷ്യൻ, സ്വന്തമായിട്ടൊരു വീടില്ല, കടങ്ങൾ ഒരുപാടുണ്ട്, വലിയ ശമ്പളമൊന്നുമില്ല. ഇപ്പം എനിക്കറിയാലോ ഉസ്താദന്മാരുടെ ശമ്പളമൊക്കെ എത്രയാണ്. അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് സഹായിക്കാൻ വേണ്ടി, അതുപോലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പല ആളുകളിലേക്ക് നമ്മുടെ സഹായം എത്തുന്നുണ്ട്. ഈ വെള്ളിയാഴ്ച ദിവസം നിങ്ങളെക്കൊണ്ട് കഴിയുന്നത് പോലെ നല്ലൊരു ഹദിയ, ഏറ്റവും ചുരുങ്ങിയത് കഴിയുന്നവരൊക്കെ ഒരു 313, അല്ല ഞങ്ങൾക്കൊരു 3000 തരാൻ പറ്റും, അൽഹംദുലില്ലാ. എടാ നിങ്ങൾ അള്ളാഹ് ഏറ്റെടുക്കൂലേ? പ്രത്യേകിച്ച് റമളാനിനേക്കാൾ ശ്രേഷ്ഠതയുള്ള പകലാണിത്. ആ പകലിലൊരു വെള്ളിയാഴ്ച ദിവസമാണ്. മനസ്സറിഞ്ഞ് കയ്യിലില്ലാത്തൊരു ഭർത്താക്കന്മാരോട് പറഞ്ഞിട്ട്, ഇനി ആരുടെയും കയ്യിലില്ലെങ്കിൽ നിങ്ങൾ മനസ്സുകൊണ്ട് ദ്വാരക്ക, പടച്ചോനെ ആ ഉസ്താദിനൊരു വീടാക്കണേ, അല്ല അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങളൊക്കെ നീക്കി കൊടുക്കണേ. അങ്ങനെയെങ്കിലും ഇല്ലേ, നമ്മുടെ ഒരു മനസ്സുകൊണ്ടുള്ള ആഗ്രഹം പോലും ചിലപ്പോൾ സ്വതക്കാവുമല്ലോ. അപ്പോൾ കഴിയുന്നവരൊക്കെ ഹദിയ ചെയ്യുക. അള്ളാഹു അത് തട്ടിക്കളയില്ലല്ലോ. നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ പ്രയാസങ്ങളും നീങ്ങാൻ ഈ സ്വതക്ക കൊണ്ട് അള്ളാഹു തൗഫീക്ക് ചെയ്ത് തരൂലേ. അസ്വദക്കത്തു റദ്ദുൽ ബലാ എന്ന് പഠിപ്പിച്ചത് മുത്ത് നബിയല്ലേ. അള്ളാഹു റബ്ബുൽ ആലമീൻ തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ ഈ സ്വലാത്തുൽ ഫാത്തിഹ ഇന്ന് 100 തവണ എല്ലാവരും ചൊല്ലണം കേട്ടോ. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. അപ്പോൾ 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ഇന്നത്തെ സിമ്പിളായൊരു ചോദ്യം. പരിശുദ്ധ ഖുർആനിൽ നെമ്രൂദ് ഇല്ലേ, നമ്മൾ നെമ്രൂദിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. നെമ്രൂദ് ഇബ്രാഹിം നബീനെ തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ അള്ള പറയുന്നുണ്ട്, ഖുൽ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, തീയെ ഇബ്രാഹിമിന് നീ തണുപ്പും രക്ഷയുമാകണേ. ഈ പറഞ്ഞത് ഏത് സൂറത്തിൽ എത്രാമത്തെ ആയത്തിലാണ്? കമൻറ്റ് ചെയ്യുക. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമുർറഹീമായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. നീ ഖായിബാക്കല്ലേ അല്ലാ. നീ തഴഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനൊരിടമില്ല അല്ലാ. ഈ സദസ്സിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മനസ്സിലെ പ്രയാസങ്ങൾ ദൂരീകരിക്കണേ അല്ലാ. സങ്കടങ്ങളെല്ലാം നീ അകറ്റണേ അല്ലാ. ഈ സദസ്സിലേക്ക് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരിലേക്ക് ഹദിയകൾ ചെയ്തവരുണ്ട് യാ റബ്ബന. അവരുടെ പ്രയാസങ്ങളെല്ലാം നീ ദൂരീകരിക്കണേ അല്ലാ. പാപങ്ങളെല്ലാം പൊറുക്കണേ അല്ലാ. പടച്ചവനെ, കണ്ണുനീരാൽ ഈ സദസ്സിൽ ഇരിക്കുന്നവരുണ്ട്, ആ കണ്ണുനീരൊക്കെ നീ തുടച്ചു കൊടുക്കണേ അല്ല. ഒരുപാട് പേർ ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റാണ്, അസുഖബാധിതർ ധാരാളമുണ്ട്. എല്ലാവർക്കും പരിപൂർണ്ണ ശിഫ നൽകണേ അല്ല. കരുണക്കടലായ തമ്പുരാനെ, കുടുംബത്തിൽ ബറക്കത്ത് ചെയ്യണേ അല്ല. മക്കളെ നന്നാക്കണേ അല്ല. റിസൾട്ട് വന്നവരുണ്ട്, വരാൻ കാത്തിരിക്കുന്നവരുണ്ട്. ഉന്നത വിജയം നൽകണേ അല്ല. ഹൈറായ അഡ്മിഷൻ നൽകണേ അല്ല. അർഹമുർറാഹിമായ റബ്ബേ, ഞങ്ങളുടെ മക്കളെ നേർവഴിയിലാക്കണേ അല്ല. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കൊടുക്കണേ അല്ല. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ല. കടബാധ്യതയിൽ പെട്ടുപോയവരുണ്ട്, കടങ്ങൾ നീ ഏറ്റെടുക്കണേ അല്ല. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവരുടെയും ഖബർ നീ വെളിച്ചമാക്കണേ അല്ല. ഇണകൾ, സന്താനങ്ങൾ, സഹോദരങ്ങൾ പലരും ഖബറിലാണ്. ഖബറിടത്തിൽ നീ സന്തോഷം നിറച്ചു കൊടുക്കണേ അല്ല. അർഹമുർറാഹിമായ റബ്ബേ, വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകണേ അല്ല. ഞങ്ങളാരെയും നീ പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ല. മദീന കാണാതെ ഞങ്ങളെ റൂഹ പിടിക്കല്ലേ അല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യം കൊണ്ട് ഒരുമിപ്പിക്കണേ അല്ല. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.